ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒറ്റ കാര്യത്തിൽ ഒരുമിച്ച് കൈയടിച്ചു. അത് നമ്മുടെ മമ്മൂക്കയുടെ കാര്യത്തിലാണ്. ബ്രഹ്മയോഗത്തിലൂടെ ബെസ്റ്റ് ആക്ടറായിട്ട് മമ്മൂക്കേനെ പ്രഖ്യാപിച്ചപ്പോൾ കേരളം മുഴുവനും സന്തോഷിച്ചു. അപ്പോൾ ഇതോടുകൂടി മമ്മൂക്കൊരു റെക്കോർഡും കൂടി വന്നിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ നടനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മമ്മൂക്കയുടെ ഒരു യാത്ര എടുത്തു കഴിഞ്ഞാൽ, ഒരു 45 വർഷത്തെ അഭിനയ ജീവിതത്തിലെ യാത്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മമ്മൂക്കൊക്കെ കിട്ടിയ സ്റ്റേറ്റ് അവാർഡ്സിൻ്റെയും അതുപോലെ തന്നെ നാഷണൽ അവാർഡ്സിനെയൊക്കെ കുറിച്ച് നമുക്കൊന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആയിരത്തി 1971 ആ ഒരു സമയത്താണ് മമ്മൂക്ക ശരിക്കും സിനിമയിലേക്ക് വരുന്നത്. ചെറിയൊരു വേഷമൊക്കെ ചെയ്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും മമ്മൂക്ക എന്ന് പറഞ്ഞൊരു നടൻ, ഒരു എന്താ പറയുക, നടനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 80 എന്ന് പറയുന്നൊരു വർഷമാണ്. 80 ഇറങ്ങിയ ഈ പറഞ്ഞ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളും മേള എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്തു. പിന്നെ 81 എന്ന് പറയുന്നൊരു വർഷം, അതാണ് ശരിക്കും മമ്മൂക്ക കുറച്ച് സിനിമകളധികം ചെയ്തൊരു വർഷം. നായകനായതും ഒക്കെ 81-ലാണ്. ആ ഒരു വർഷം തന്നെയാണ് മമ്മൂക്കയ്ക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അത് അഹിംസ എന്ന് പറയുന്ന ഐ.വി. ശശിയുടെ സിനിമ. അതിലാണ് മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ട് സഹനടനുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെ അവാർഡും അത്യാവശ്യം കമേഴ്ഷ്യൽ സിനിമകളുടെയൊക്കെ ഭാഗമാവുന്നു എന്ന രീതിയിൽ മമ്മൂക്ക ഒന്ന് എസ്റ്റാബ്ലിഷ്ഡായി. ഇത് കഴിഞ്ഞ് പിന്നെ 82 83 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഹീറോ ഒക്കെ ആയിട്ട് അത്യാവശ്യം ഹിറ്റുകളൊക്കെ സംഭവിക്കുന്നു. 84 അടിയൊഴുക്കുകൾ എന്ന് പറയുന്ന സിനിമ, ഐ.വി. ശശിയുടെ തന്നെ മറ്റൊരു സിനിമയ്ക്ക് മമ്മൂക്കയ്ക്ക് വീണ്ടും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയാണ്. അതാണ് ബെസ്റ്റ് ആക്ടറിൻ്റെ സ്റ്റേറ്റ് അവാർഡ് ആദ്യമായിട്ട് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ആ സിനിമയ്ക്കാണ്. അങ്ങനെ ഈ ഒരു വർഷം 84 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 85. അപ്പോൾ 85-ലും മമ്മൂക്കയ്ക്ക് ഒരുപാട് സിനിമകളുണ്ട്. ആ വർഷവും നമുക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് എന്താ പറയുക മമ്മൂക്കയുടെ പേരിൽ വന്നു. അത് ഒരു സ്പെഷ്യൽ ജൂറി അവാർഡായിരുന്നു. കാരണം ആ വർഷത്തെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ഭരത് ഗോപി ആയിരുന്നു, ചിദംബരം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. ഭരത് ഗോപിയോട് തമ്മിൽ മത്സരിച്ച് നമുക്ക് ഫൈനൽ റൗണ്ടിൽ ഇങ്ങനെ ശക്തമായിട്ട് മത്സരിച്ചു. എന്നിട്ട് മമ്മൂക്കയ്ക്ക് സ്പെഷ്യൽ അവാർഡാണ് അന്ന് ഗവൺമെൻറ് കൊടുത്തത്. അത് 2 സിനിമകൾക്കാണ്, യാത്രയും നിറക്കൂട്ടും. അപ്പോൾ ഈ ഒരു 2 സിനിമകളെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കാരണം യാത്ര നിറക്കൂട്ട് 2 ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യുന്നു. 2-ലും നമുക്കറിയാം, 2-ലും ജയിലിൽ കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ 2 രീതിയിലുള്ള സിനിമകളാണ്, 2 രീതിയിലുള്ള അഭിനയം തന്നെയാണ് നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അറ്റ് എ ടൈം തന്നെ ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ മൊട്ടയടിച്ച് 2 സിനിമകൾ മാറി മാറി അഭിനയിക്കുക എന്ന് പറയുന്നത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ക്യാരക്ടർ വേറെ ക്യാരക്ടറിലേക്ക് മാറുന്നില്ല. അപ്പോൾ അത് ജൂറി അന്ന് വളരെ പ്രത്യേകമായിട്ട് കുറേ സിനിമകൾ, 10-30 സിനിമകൾ ഉണ്ടെങ്കിൽ പോലും ഈ 2 സിനിമകൾക്കാണ് അന്ന് മമ്മൂക്കയ്ക്ക് അന്ന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയത്. ഇത് കഴിഞ്ഞ് പിന്നെ 89 എന്ന് പറയുന്നൊരു വർഷം. ആ ഒരു വർഷം മമ്മൂക്കയ്ക്ക് കരിയറിൽ ഭയങ്കര പ്രത്യേകതയുള്ള വർഷമാണ്. കാരണം സ്റ്റേറ്റ് അവാർഡും കിട്ടി, ആദ്യത്തെ നാഷണൽ അവാർഡും കിട്ടി. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഈ പറഞ്ഞ പോലെ 4ാമത്തെ സ്റ്റേറ്റ് അവാർഡ്, അതിൽ തന്നെ ബെസ്റ്റ് ആക്ടർ 2ാമത്തെ അവാർഡ്. അത് വടക്കൻ വീരഗാഥയും മഹായാനവും മൃഗയ, ഈ 3 സിനിമകൾക്ക് കൂടിയിട്ടാണ് അന്ന് ആ വർഷം മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പക്ഷേ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് ഈ വടക്കൻ വീരഗാഥ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. പക്ഷേ നാഷണൽ അവാർഡിൽ വടക്കൻ വീരഗാഥയോടൊപ്പം മമ്മൂക്കയെ പരിഗണിച്ചത്, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയ സിനിമ എന്ന് പറയുന്നത് മതിലുകളാണ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ. സ്റ്റേറ്റ് അവാർഡ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വടക്കൻ വീരഗാഥയും മൃഗയും മഹായാനും ആയിരുന്നു. നാഷണൽ അവാർഡ് പോയി കഴിഞ്ഞപ്പോൾ ഈ മൃഗയും മഹായാനവും അല്ല, അവിടെ മതിലുകളാണ്. അപ്പോൾ അന്ന് നമുക്കറിയാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മഹായാനവും മൃഗയും ഒക്കെ കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളും, മതിലുകളെന്ന് പറയുന്നത് ഒരു വേറെ തരത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു സിനിമയാണ്. ചിലപ്പോൾ അന്ന് എനിക്കറിയില്ല, അന്നത്തെ ഒരു 2 തരത്തിലുള്ള ജൂറികളുടെ എന്തെങ്കിലും അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ ഒരു ടേസ്റ്റൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് ആ 89-ൽ തന്നെ കുറച്ച് വിവാദം ഉണ്ടായിരുന്നു. അന്ന് മതിലുകൾക്ക് അവാർഡ് കൊടുക്കാതെ, ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതെ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ അന്ന് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നടി ഷീല അന്ന് ജൂറിയുടെ ചെയർമാനാണോ ജൂറിയുടെ ഒരു മെമ്പറായിരുന്നു എന്ന് എനിക്കറിയില്ല. അന്ന് അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൗതുകമുണ്ട് ഇപ്പം നമുക്ക് കിട്ടിയ അവാർഡിൽ. ഇത് കഴിഞ്ഞ് പിന്നെ 93 എന്ന് പറയുന്ന ഒരു വർഷം, ആ ഒരു വർഷം വീണ്ടും മമ്മൂക്കയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടി. ഇപ്പോൾ ഈ 89-ൽ സംഭവിച്ച പോലെ തന്നെ അവിടെയും ഒരു കൗതുകമുണ്ട്. അതായത് വിധേയൻ, പൊന്തന്മാട, വാത്സല്യം, ഈ 3 സിനിമകൾക്കാണ് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നാഷണൽ അവാർഡ് പോയി കഴിഞ്ഞപ്പോൾ അത് വാത്സല്യം ഇല്ല, വിധേയനും പൊന്തന്മാടയുള്ളൂ. വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാത്സല്യം എന്ന് പറയുന്നത് കമേഴ്ഷ്യലാണ്, എന്നാൽ നല്ലൊരു ക്ലാസ് സിനിമയാണ്. പക്ഷേ പൊന്തന്മാടയോ അല്ലെങ്കിൽ വിധേയനോ പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമയല്ല വാത്സല്യം. അപ്പോൾ വീണ്ടും അവിടെ ഈ പറയണ പോലെ തന്നെ എന്തൊക്കെയോ
ജൂറിയുടെ അവരുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും 89 സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, 93 എത്തി കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും വീണ്ടും മമ്മൂക്കയ്ക്ക് കിട്ടി. ഇത് കഴിഞ്ഞ് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 10 വർഷം 11 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടി, വീണ്ടും കിട്ടി. അത് അംബേദ്കർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്, മമ്മൂക്കയുടെ കരിയറിലെ 3ാമത്തെ നാഷണൽ അവാർഡ്. അത് പിന്നെ ഒരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്, ആദ്യം അംബേദ്കറായിട്ട് മമ്മൂക്കി അല്ലായിരുന്നു, വേറെ നടന്മാരെയൊക്കെ ആലോചിച്ച് എന്തായാലും അവസാനം മമ്മൂക്കിക്ക് വന്നു. നമുക്ക് അതിന് വേണ്ടി കുറേ എഫേർട്ട് ഇട്ടു, ആ ഒരു അംബേദ്കറിൻ്റെ ലുക്കിലോട്ട് മാറാനും അത്ര ഫിസിക്കലിയും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിനുള്ളത് കിട്ടി. മമ്മൂക്കിക്ക് ആ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡ് പക്ഷേ കിട്ടാൻ വീണ്ടും കുറച്ചേ കൂടി കാത്തിരുന്ന് 2004 കാഴ്ച എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. നമുക്കറിയാം ബ്ലസ്സി എന്ന് പറയുന്നൊരു സംവിധായകനെ, മമ്മൂക്ക തന്നെയാണ് അസോസിയേറ്റ് ആയിരുന്നത്. ബ്ലസ്സിനെ എന്താ പറയുക, അങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് കേട്ട് സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഡേറ്റ് കൊടുത്തതും ഓർഗനൈസ് ചെയ്തൊക്കെ മമ്മൂക്ക തന്നെയാണ്. അതൊരു നമുക്കൊന്നും പറയാനില്ല, അത് അത്ര അസാധ്യമായിട്ടൊരു പെർഫോമൻസ് തന്നെയായിരുന്നു മമ്മൂക്കയ്ക്ക്. അത് നമുക്കൊരു കമേഴ്ഷ്യൽ പടമാണെന്ന് വെച്ചാൽ കമേഴ്ഷ്യലാണ്, എന്നാൽ നല്ലൊരു ക്ലാസ് സിനിമയാണ്, എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സിനിമ തന്നെയായിരുന്നു. ആ വർഷം മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇത് കഴിഞ്ഞ് പിന്നെ 2009 എന്ന് പറയുന്ന ഒരു വർഷം, അന്ന് മമ്മൂക്കയുടെ കരിയറിൽ നല്ല പഴശ്ശിരാജയും പലേരി മാണിക്കൊക്കെ പോലത്തെ സിനിമകളൊക്കെ ഇറങ്ങിയ ഒരു വർഷം തന്നെയായിരുന്നു. ഈ ഒരു സിനിമകളൊക്കെ തന്നെയാണ് മമ്മൂക്കേനെ അന്ന് അവാർഡിന് പരിഗണിച്ചത്. 2 തരത്തിലുള്ള സിനിമകൾ, അപ്പോൾ പലേരി മാണിക്യം ആയിക്കോട്ടെ പഴശ്ശിരാജ ആയിക്കോട്ടെ, 2 തരത്തിൽ നമുക്ക് നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയത് പലേരി മാണിക്ക് തന്നെയാണ്. അന്ന് പഴശ്ശിരാജ ആ ലിസ്റ്റിലില്ല, അതായത് മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്തത് പലേരി മാണിക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ടന്ന് പഴശ്ശിരാജനെ ഒഴിവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ അന്നത്തെ ജൂറിയുടെ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. എന്തായാലും നമുക്ക് എന്നും പഴശ്ശിരാജയായിട്ട് മമ്മൂക്കയെ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ, വേറെ ആരും സങ്കല്പിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആ വർഷമൊക്കെ നാഷണൽ അവാർഡിനൊക്കെ മമ്മൂക്ക അയച്ചിരുന്നു, ഈ പറഞ്ഞ പോലെ സിനിമകൾ അയച്ചിരുന്നു. അത് ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും അന്ന് മമ്മൂക്കയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് 2009 എത്തി. ഇത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2022 എത്തിയപ്പോഴാണ് വീണ്ടും മമ്മൂക്കയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയത്. അതിന് നമുക്കറിയാം, അത് ഫെസ്റ്റിവൽസിലൊക്കെ പോയ സിനിമയാണ്, ഗംഭീരമായിട്ട് സിനിമയാണ്. മമ്മൂക്കയ്ക്ക് നല്ല, അതിലും വേറെ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും കിട്ടി. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ, കഴിഞ്ഞ വർഷം പൃഥ്വിരാജിനായിരുന്നു ബെസ്റ്റ് ആക്ടർ, അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത് ബെസ്റ്റ് സിനിമ, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിലും കൂടി മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയ ഒരു നടനായിട്ട്, അതിൽ ബെസ്റ്റ് ആക്ടറായിട്ട് 7 പ്രാവശ്യവും, പിന്നെ അതല്ലാതെയും സ്പെഷ്യൽ ജൂറി അവാർഡും സഹനടൻ അവാർഡൊക്കെ കൂടി ചേർത്ത് ഓൾമോസ്റ്റ് ഒരു 9 പ്രാവശ്യം എന്താണ് മമ്മൂക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് പറയേണ്ടതിൽ ഇപ്പോൾ കുറേ പ്രാവശ്യം മമ്മൂക്കയ്ക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രഹ്മയുഗത്തിന് തന്നെ നാഷണൽ അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെതിരെയൊക്കെ ഇപ്പോൾ പ്രകാശ് രാജൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദേശീയ അവാർഡ് മമ്മൂക്കേനെ അർഹിക്കുന്നില്ല എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞിരുന്നത്. പിന്നെ അമരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അന്ന് മമ്മൂക്കേനെ കണ്ടു കഴിഞ്ഞാൽ അന്ന് നാഷണൽ അവാർഡും കിട്ടില്ല. അന്ന് ശരിക്കും 91 അമരം റിലീസായത്. അന്ന് മോഹൻലാലിനാണ് അവാർഡ് കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡും കിട്ടിയത് മോഹൻലാലിനാണ്, നാഷണൽ അവാർഡും കിട്ടിയത് മോഹൻലാലിനാണ്. അത് ഭരതം ഉണ്ട്, അഭിമന്യു ഉണ്ട്, കിലുക്കുണ്ട്, കുറേ സിനിമകൾ ഉണ്ടായിരുന്നു അന്ന്, ഉള്ളടക്കം പോലത്തെ സിനിമകളൊക്കെയാണ് കിട്ടിയത്. പക്ഷേ അന്ന് മമ്മൂക്ക് കിട്ടിയില്ല. അപ്പോൾ അന്ന് നാഷണൽ അവാർഡാണോ സ്റ്റേറ്റ് അവാർഡാണോ അറിയില്ല, അന്ന് കേട്ടിട്ടുണ്ട് അന്ന് ഈ പറയുന്ന മമ്മൂക്കേനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മുക്കുവിൻ്റെ ലുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അന്ന് അവാർഡ് കിട്ടാതിരുന്നത്. എന്തായാലും ഇപ്പം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയതിനെക്കാട്ടും കൂടുതൽ കിട്ടാതിരുന്നിട്ടുള്ളതാണ്, ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിട്ട് കിട്ടാതിരുന്നിട്ടുള്ള കുറേ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനും ഇപ്പോഴും എന്താ പറയുക, പുതിയ തലമുറയിലെ ഒരാൾ തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് പറഞ്ഞത്. ഇപ്പോഴും ബ്രഹ്മയുഗം പോലത്തെ സിനിമകളിലൂടെ എന്താ പറയുക, വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഇനി വരികയാണ്. അവാർഡുകൾ അവസാനിക്കുന്നതിന് നമുക്ക് ഇനിയും അവാർഡ് കിട്ടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.